ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും പ്രഭാതവചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. വലിയ നോമ്പിലെ 29ാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികൾക്ക് ദൈവം ആരാണ്? വിശ്വാസികൾക്ക് ദൈവം ആരാണ്? വിശ്വാസികൾക്ക് ദൈവം രാജാവാണ്. സങ്കീർത്തനങ്ങൾ 74:12 ആസാഫിൻ്റെ ഒരു ധ്യാനം. ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ദൈവം ഉറപ്പുള്ള കോട്ടയാകുന്നു. 2 ശമൂവേൽ 22:33 പ്രകാരം പറഞ്ഞിരിക്കുന്നു, ദൈവം എൻ്റെ ഉറപ്പുള്ള കോട്ട, നിഷ്കളങ്കനെ അവൻ വഴി നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ദൈവം വെളിച്ചമാകുന്നു, വിശ്വാസികൾക്ക് ദൈവം ജീവൻ്റെ ബലമാകുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും എന്ന് ഇവിടെ പറയുന്നതായി നമുക്ക് കാണാം. 4-ാമത്തെ പോയിന്റ് വിശ്വാസികൾക്ക് ദൈവം സങ്കേതം ആകുന്നു എന്ന് പറയുന്നു. ആവർത്തന പുസ്തകം 33:27 നോക്കുമ്പോൾ, പുരാതനമേ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് വേദഭാഗം പറയുന്നത്. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസിക്ക് ദൈവം സഹായകനാകുന്നു. ദാവീദിൻ്റെ ഒരു ധ്യാനമാണിത്. 54-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട് എന്നാണ് അവൻ പറയുന്നത്. 6-ാമത്തെ പോയിന്റ് വിശ്വാസികൾക്ക് ദൈവം ഗോപുരമാകുന്നു. ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതമാണിത്. 59-ാം സങ്കീർത്തനം 9-ാം വാക്യം, എൻ്റെ ബലമായുള്ളവേ ഞാൻ നിന്നെ കാത്തിരിക്കും, ദൈവം എൻ്റെ ഗോപുരമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ പോയിന്റ് വിശ്വാസികൾക്ക് ദൈവം രക്ഷയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനം 62-ാം സങ്കീർത്തനം 7-ാം വാക്യം, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കിലാകുന്നു എന്നാണ് അവനിവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് വിശ്വാസികൾക്ക് ദൈവം ഒരു പാറയാകുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനം 144-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ദൈവമാകുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനം 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്ന, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറയുന്നു. നമ്മളിൽ എത്ര പേര് അധികാലത്ത് അവനെ അന്വേഷിക്കും? എഴുന്നേറ്റാൽ ഉടനെ തന്നെ അവൻ്റെ നാമം ഓർത്ത് നമ്മളെ അവൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ വലിയ നോമ്പിലെ നമ്മുടെ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു നോമ്പുകാലം ഒരു ആത്മീയ തീർത്ഥാടനമായി നമുക്ക് തീരുകയും ഈ ആത്മീയ തീർത്ഥാടനത്തിൽ നമ്മളിന്ന് അവരെ ചില പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ദൈവ പൈതൽ ആകുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കാര്യം മാത്രം നാം ചെയ്താൽ മതി, നമ്മൾ എന്ത് ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നുവോ നമ്മുടെ മനസ്സ് അവിടെ ആയിരിക്കും. ധനത്തെ സ്നേഹിക്കുന്നവൻ്റെ മനസ്സെപ്പോഴും ധനത്തിൻ്റെ ചുറ്റുപാടിലും ആയിരിക്കും. അത് സാത്താൻ്റെ വഞ്ചനയിലൂടെയാണ് നാം അവിടെ എത്തുന്നത് എന്നത് നമ്മൾ മറക്കാതിരുന്നാൽ മാത്രം മതി. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും അവനിൽ നമ്മൾ
നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ടാവും. ബാക്കിയുള്ള നമ്മുടെ ബാക്കിയുള്ള ജീവിതം അനുഗ്രഹമായി ജീവിക്കുന്നതിനും ആത്മീയമായി നമുക്ക് മുമ്പോട്ട് നമ്മളെ തന്നെ നയിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തിയുള്ള നല്ലൊരു ക്രിസ്ത്യാനിയായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ സ്വർഗരാജ്യത്തിൽ നമ്മൾ ഒരവകാശിയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.